തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ ചന്ദ്രശേഖർ റാവു കുറച്ച് നാളുകളായി തന്നെ BJP അനുകൂല നിലപാടുകളുമായി രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ തൻ്റെ പിതാവ് BJPക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു, BJP എതിർക്കുന്നില്ല എന്ന ഒരു കത്തുമായാണ് രംഗത്ത് വന്നത്. തെലങ്കാനയിലും BJP തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണോ? വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെലങ്കാന ബേസിക്കലി RSSൻ്റെതാണ്. ഒരുപക്ഷെ ഉത്തരേന്ത്യനെ കണ്ടും RSS ഐഡിയോളജിക്ക് നല്ല വേരോട്ടുള്ള സ്ഥലമാണ് തെലങ്കാന. ഈ ചന്ദ്രശേഖർ റാവുവിൻ്റെ ഒക്കെ ബേസിക്കലി അദ്ദേഹം ഒരു കാക്കി ട്രൗസറുകാരനാണ്. അദ്ദേഹം അത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ട് അപ്പം BJP ചേരുന്നില്ല എന്ന് വെച്ചാൽ BJP ചേർന്നാൽ പിന്നെ ഈ പറയുന്ന അമിത്ഷാക്കെ പറയുന്നത് നേരിട്ട് കേൾക്കേണ്ടി വരും. മറ്റേ സ്വന്തം പാർട്ടിയാകുമ്പോൾ അവനവൻ്റെ സൗകര്യത്തിന് തൊഴിഞ്ഞുകൊണ്ടിരിക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് സൈഡൊക്കെ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് BJP ചേരാത്തത്. അപ്പം പക്ഷേ ഇദ്ദേഹം ഭരണം നടത്തുമ്പോൾ BJPക്ക് എതിരായിരുന്നു നരേന്ദ്രമോദി. പിന്നെ ഭരണം നടത്തുമ്പോൾ അവിടെ പ്രധാന പ്രതിപക്ഷ കക്ഷികളൊന്നാണ് BJP. പിന്നെ അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഭരണം നടത്തുമ്പോൾ അങ്ങനെ നിലപാട് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവർ ഐഡിയോളജിക്ക് BJP ആയിട്ട് അവർക്ക് കാര്യമായിട്ട് ഒരു പ്രശ്നമില്ല. വളരെ ഉള്ളിൽ അവർ BJP ആണ്. പിന്നെ എനിക്ക് ജഗൻമോഹനായിരിക്കും പ്രശ്നം ഉണ്ടാവും. ജഗൻമോഹന് BJPനെ പേടിയാണ്. കാരണം ജഗൻമോഹൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പ്രശ്നം. ഇവർക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഇവർ ബേസിക്കലി BJPക്കാരാണ്. പിന്നെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് BJP സ്നേഹം. ഇപ്പോൾ അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. അപ്പോൾ രേവന്ത് റെഡ്ഡിയെ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അല്ല, അതിൻ്റെ ഭാഗമാണിത്. പക്ഷേ ഇത് BJP അങ്ങനെ ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. തെലുങ്ക് ദേശത്തിന്, തെലുങ്ക് ദേശമല്ല ഈ പാർട്ടി TRSന്, തെലുങ്ക് ദേശത്തിന് ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടികൾ, ദേശീയ പാർട്ടികൾ. കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് ഇയാളുകൊണ്ട് കോൺഗ്രസ് തന്നെ ഒറ്റയായിരുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ കൂടെ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ട് കോൺഗ്രസിൻ്റെ കൂടെ വന്നു. കോൺഗ്രസിനോട് പറഞ്ഞു തെലങ്കാന 2 സംസ്ഥാനം രൂപീകരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി വിളിച്ചിട്ട് നിങ്ങളുടെ പാർട്ടി ചേരും. എന്നിട്ട് നാളുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കോൺഗ്രസ് ശരിക്കും 2014 ഇലക്ഷന് പരാജയപ്പെട്ട ഒരു പ്രധാനമായിട്ടാണ് ഇന്ന് നാളുകളാണ്. ആന്ധ്ര അവരുടെ സ്ട്രോങ് ഹോൾഡായിരുന്നു. YS രാജശേഖർ റെഡ്ഡി ഒരു ഐക്കോണിക് ലീഡറായിരുന്നു. അങ്ങനെ ആന്ധ്ര ഒരിക്കലും ആന്ധ്രാപ്രദേശ് കിട്ടാത്ത രീതിയിൽ മാറ്റി തെലങ്കാന വരാൻ എടുക്കുകയും ചെയ്തു. പിന്നെ തെലങ്കാനയിൽ പതുക്കെ കോൺഗ്രസിൻ്റെ ഇടങ്ങളിൽ BJP ഇലക്ട്രോറലി തന്നെ കടന്നു ചെയ്തുകൊണ്ട് ഐഡിയോളജിക്കലി അവിടെയുള്ള പല കോൺഗ്രസ്സുകാരും BJPക്കാരാണ്, TRSകാരും BJPക്കാരാണ്. അവിടെയുള്ള ഇടതുപക്ഷക്കാർ ചിലപ്പം BJPക്കാരായിരിക്കില്ല. കാരണം അവർക്കൊരു ആൻറ്റി സവർണ മെൻറ്റാലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ആയിരിക്കില്ല. ബാക്കിയവരൊക്കെ ബേസിക്കലി മനസ്സുകൊണ്ട് BJPക്കാരാണ്. എന്ന് BJP ആയി എന്ന് ചോദിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ നാളെ എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച് ഇവനെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രി കോൺഗ്രസ് ഭൂം. അല്ലെ കോൺഗ്രസ് ഇത്രയും പരിതാപകരമായ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ കോൺഗ്രസിന് അവിടെ അന്ന് ഈ ഉപദേശം കൊടുത്ത അലൂമിനിയം ഹോട്ടലിൻ്റെ ഒക്കെ ബുദ്ധി അവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ സംഭവം പോകുന്ന ആളുകളാണല്ലോ. ഇവനെ ഒന്നും വിശ്വസിക്കാനേ കൊള്ളില്ല. രാഷ്ട്രീയത്തിലെ ആളുകൾ അങ്ങനെ പലതും പറയും. അതാണ് കോൺഗ്രസിന് പറ്റിയത്. ഇപ്പം എന്ന് വെച്ചാൽ ഈ പറയുന്ന BJP ഇവരെ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളിലൊക്കെ അവിടെ BJP വന്നു കഴിഞ്ഞു. അപ്പോൾ BJP ഐഡിയോളജിക്കലായിട്ട് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇലക്ട്രോറലായിട്ട് അവർ വന്നു കഴിഞ്ഞു. കൃത്യമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ സ്വീപ്പ് ചെയ്യപ്പെടും. ആ സമയത്ത് BJPൻ്റെ കൂടെ ഒന്ന് ചാരി നിൽക്കാനുള്ള ശ്രമമായിരിക്കും. അല്ലെങ്കിൽ ഇവരെ ആളുകളെ BJP കൊണ്ടുപോകുന്നുള്ളൊരു. പക്ഷേ അത് BJPക്ക് അവരുടേതായ സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ. അവർക്ക് തെലങ്കാന പിടിക്കാന്നുള്ളത്. കർണാടക കഴിഞ്ഞാൽ അവർ അടുത്ത പരിപാടി തെലങ്കാന പിടിക്കാന്നുള്ളതാണ്. തെലങ്കാന ആന്ധ്ര അതാണ് അവരുടെ ഒരു പരിപാടി. അപ്പോൾ ആ ഒരു പരിപാടിയിൽ അവർ മുന്നോട്ട് ഇയാളത്തിൻ്റെ സോഫ്റ്റായിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ കവിതയുടെ പ്രശ്നം വെച്ചാൽ കവിതേനൊക്കെ ED ഒക്കെ ചോദ്യം ചെയ്ത് മാറ്റിച്ചതല്ലേ, അതിൻ്റെ ഒരു ഈർഷ്യം ഉണ്ടാവും. പിന്നെ അവിടെ കുടുംബത്തിൽ ഒരു അധികാര ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇതിലങ്ങനെ പുതുമയൊന്നുമില്ല. കാരണം BJP സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ലക്ഷ്യമിടുന്നത് കർണാടകയ്ക്ക് ശേഷം ലക്ഷ്യമിടുന്നത് തെലങ്കാനയാണ്. അവിടെ അങ്ങനെ ഭരണത്തിലെത്താനുള്ള സാധ്യത ഉണ്ടോ നിലവിൽ? സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ BJP ആകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആളുകൾ ബേസിക്കലി അവിടെ ഹിന്ദുക്കളുടെ ഇപ്പോൾ BJP നിലപാട് വളരെ കൂടുതൽ, എസ്പെഷ്യലി OBC തൊട്ട് മുകളിലുള്ള ആളുകളുടെ. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ കുറച്ച് സ്വാധീനമുണ്ട്. അവിടെ ചില കമ്മ്യൂണിസ്റ്റുകാരെന്ന് വെച്ചാൽ പണ്ടത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയാണ്. അത് മതത്തിനൊക്കെ എതിരാണ്. അപ്പോൾ അവരാണ് ബേസിക്കലി അവിടെ ഒരു ഐഡിയോളജിക്കലി BJP ആയി നിൽക്കുന്നത്. പിന്നെ അവിടെ സിറ്റികളിലൊക്കെ കുറച്ച് മുസ്ലിം സ്വാധീനമുണ്ട്, ഇസ്ലാമിസ്റ്റുകളുമുണ്ട്. ഈ ഒവൈസിയുടെ ഒക്കെ സ്ഥലമാണല്ലോ. മുസ്ലിം രാജവംശം ഒരുപാട് എല്ലാം ഭരിച്ചിരുന്നത്, അതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. പക്ഷേ അവിടെ ഹിന്ദു മെജോറിറ്റിയാണ്. ഈ ഹിന്ദു മെജോറിറ്റി തന്നെ ഈ ഒവൈസിയും ഭണ്ഡാരങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ടും മുസ്ലിം ഭരണം കുറേ കാലം ഉണ്ടായിരുന്നതുകൊണ്ടും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കാൻ നിലപാടെടുക്കുകയും അവിടെ ജനങ്ങൾ അതിനെതിരാവുകയും ചെയ്തപ്പോൾ റസാക്കേസ് എന്ന കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് നവാബ് ഈ പാവങ്ങളെ സാധാരണക്കാരെ അടിച്ചമർത്തി. ആ കൂലിപ്പട്ടാളത്തിൻ്റെ ആളായിരുന്നു ഒവൈസിയുടെ ഒക്കെ. ഇപ്പം ഒവൈസി വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. അവൻ്റെ വാപ്പയൊക്കെ അതിൻ്റെ ആളായിരുന്നു. അപ്പോൾ പാവപ്പെട്ട ആളുകൾ, ഇന്ത്യയിൽ ചേർന്ന് വന്ന പാവപ്പെട്ട ആളുകളെ ഭീകരമായി കൊല ചെയ്യുന്ന റസാക്കേസിൻ്റെ ആളുകളായിരുന്നു ഈ ഒവൈസിയൊക്കെ. ആ ജീനല്ലേ. ഇപ്പം പിന്നെ
മുതലക്കണ്ണി ഒലിപ്പിക്കുന്നതെന്ന് നോക്കണ്ട. അതുകൊണ്ടാണ് മോഡി ഇവന് തിരക്കെ പറഞ്ഞിട്ട് ഇവനെ മറ്റേനെ എടുക്കാൻ ഇത് ശശി തരൂരിൻ്റെ കൂടെ അല്ലെ ഇവനെ പറഞ്ഞു വിട്ടാൽ ശശി തരൂരിനെക്കാട് നന്നായി ഇംഗ്ലീഷ് പറയും. മാത്രമല്ല ശശി തരൂരിനെക്കാട് നല്ല ഇവന് അഗ്രസീവാണ്, അവതരിപ്പിക്കാനും പറ്റും. പിന്നെ ഒരു പൂവങ്കോയിൻ്റെ ലുക്കും ഉണ്ട്. അതെ. പക്ഷേ അപ്പം ഇവനെ പക്ഷെ വിട്ടിട്ടില്ല. അതിന് കാരണം ഇതായിരിക്കും. അവൻ്റെ ഒരു അന്യനുണ്ട്, അക്ബറുദ്ദീന, അന്നേരം പറഞ്ഞത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അവിടെ ഒരു RSS മെൻറ്റാലിറ്റി ഉള്ള സ്ഥലമാണ് അവിടെ. പക്ഷെ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറാൻ, കരുത്തുള്ള നേതാവായി മാറാൻ രേവന്ത് റെഡ്ഡിക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ എങ്ങനെ പരാജയപ്പെടുത്തും? ഈ പ്രാദേശികമായ നേതാക്കൾ വളർന്നു വരുന്ന ഇടങ്ങളിൽ മാത്രമാണല്ലോ അതൊക്കെ ഈ പോയിന്റ് ഓഫ് ടൈമിലല്ലേ. ഈ ചന്ദ്രബാബു നായിഡു വളർന്നു വന്നപ്പോൾ ചന്ദ്രബാബു നായിഡു ആരായിരുന്നു? അതേപോലെ തന്നെ ഇയാള് YS രാജശേഖര റെഡ്ഡിൻ്റെ മോൻ ജഗൻ, അവൻ വന്ന സമയത്ത് അവൻ ആരായിരുന്നു? അത്രയല്ല. ഇതൊക്കെ 4 ദിവസം കൂടെ. അരവിന്ദ് കെജ്രിവാൾ വന്ന സമയത്ത് ആരായിരുന്നു? ഇനി വേറെ കാര്യം വന്നിട്ട് എൻ്റെ വിഷമമായ പല ആളുകൾക്ക്, ചില ആളുകളൊക്കെ ഇമേജ് പറ്റിയൊന്നും ഇടിഞ്ഞിട്ടുണ്ട് അവരുടെ ആളുകളുടെ ഇടയിൽ തന്നെ. നമ്മൾ പേരൊന്നും നമ്മൾ വിഷമിപ്പിക്കുന്നില്ല. അതൊക്കെ അത്രയേ ഉള്ളൂ. അതൊക്കെ ഒരു കാറ്റ് അങ്ങോട്ടടിക്കുമ്പോൾ പിന്നെ അത് വരും പോവും. ഇമേജ് അത്രയ്ക്കുള്ളൂ. രേവന്ത് റെഡ്ഡിയൊക്കെ വീഴാനൊന്നും വലിയ താമസമൊന്നുമില്ല. അരവിന്ദ് കെജ്രിവാൾ വീണില്ലേ, പിന്നെ രേവന്ത് റെഡ്ഡി വീഴാൻ. പക്ഷെ അതിനത്ര ഓർഗനൈസ്ഡ് ആയിട്ട് അത്ര അറ്റംപ്റ്റ് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കർണാടകയ്ക്ക് ശേഷം അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നത് തെലുങ്കാന ആയിരിക്കും. തെലുങ്കാനയാണ് സാധ്യത. കേരളം അല്ലെങ്കിൽ പിന്നെ തെലുങ്കാനയാണ്. തമിഴ്നാട്ടിൽ ബുദ്ധിമുട്ടാണ്. കേരളത്തിലും സാധ്യതയുണ്ട്. കേരളത്തിൽ BJP സാധ്യതയുണ്ട്. പക്ഷേ BJPൻ്റെ പ്രശ്നം വെച്ചാൽ ഒന്നിവിടെ പല ഗ്രൂപ്പാണ്. സെൻട്രൽ ലീഡർഷിപ്പ് കേരളം ഒരു മൂന്നാമത്തെ 4ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കർണാടക, ആന്ധ്ര, തെലുങ്കാന, ആന്ധ്ര കഴിഞ്ഞിട്ടാണ് കേരളം കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.